ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നൊരു സൺഡേ കേട്ടോ. സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഹസ്ബൻഡ് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ തറവാട് അത് പെരിഞ്ഞനം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. പെരിഞ്ഞനം അത് വന്നിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു 15 മിനിറ്റും കൂടി പോകണം, അത്രേ ഉള്ളൂ കേട്ടോ. 15ആണോ 20ആണോ വന്നത്, ഓക്കെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ്. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ഈ പച്ചക്കറിയുടെയും ഈ പച്ച സാധനങ്ങളുടെയൊക്കെ ഷൂട്ട് ചെയ്ത് കുറച്ച് സമാധാനം കിട്ടിയാൽ മാത്രമേ എനിക്ക് പണിയെടുക്കാൻ തോന്നത്തുള്ളൂ. ബേസിക്കലി ഞാൻ അടുക്കള കയറാൻ മടിയുള്ള ആളാണ്. അപ്പോൾ ഇതൊക്കെ എടുത്തതിന് ശേഷം വേഗം കുറച്ച് പണിയൊക്കെ തീർത്തിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ. അപ്പോൾ കുറച്ച് ദൂരം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ അങ്ങോട്ടേക്ക് വേണം, തിരക്കാണ്. അപ്പോൾ ഞങ്ങളൊരു 6 മണിക്ക് ഇറങ്ങിട്ടോ. ഓക്കെ, 6:30 ആയിരുന്നേ. 6:30 ആയപ്പോഴേക്ക് ഇറങ്ങി. അവിടെ ഒരു 8:30 ആയപ്പോഴേക്ക് എത്തി. 9 മണിക്ക് അമ്പലം അടക്കി. അപ്പോൾ ആദ്യം അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. അവിടെ പോയി തൊഴുതിട്ട് വേണം ധർമ്മദൈവങ്ങൾ തറവാട് തറവാട്ടിലേക്കൊക്കെ പോകാൻ. ഇതൊരു പഴയ അമ്പലം ആണ് കേട്ടോ. പണ്ട് ടിപ്പുവിൻ്റെയൊക്കെ പടയോട്ടക്കാലത്തൊക്കെ ചെറിയ ചെറിയ നാശനഷ്ടമൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു അമ്പലമാണേ എന്നൊക്കെ പറയണം കേട്ടോ. അമ്മ പറഞ്ഞറിയുവാണേ. അപ്പോൾ അവിടെ ഇതെന്താണെന്നറിയോ, ഇത് കുറച്ച് ജമന്തിയുടെയൊക്കെ തൈ നട്ടിട്ടുണ്ട് ഇവിടെ കേട്ടോ. അമ്പലത്തിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, ഓഫ് കോഴ്സ് അതിനായിരിക്കും കേട്ടോ. ഇത് പിന്നെ ആ ഒരു പഴമ അങ്ങനെ തന്നെയുള്ള അമ്പലമാണ് കേട്ടോ. വലിയ വലിയ എന്താ പറയുക, മോടി പിടിപ്പിക്കലൊന്നും നടന്നിട്ടൊന്നുമില്ല. നമ്മൾ വിചാരിക്കില്ല എന്ത് രസമുള്ള സ്ഥലം, അല്ലെങ്കിൽ തന്നെ ഇതൊരു ഗ്രാമമാണേ. ആ ഗ്രാമത്തിൻ്റെ ഭംഗി എല്ലാം ഉള്ള ഒരു സ്ഥലം തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ പണ്ട് ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും അവരുടെ ഫാമിലിയൊക്കെ താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ വീടൊന്നുമില്ല, പൊളിച്ചു കളഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അവിടെ നാഷണൽ ഹൈവേ വരുന്നുണ്ട്. അപ്പോൾ ആ വീടിരുന്ന ഒരു ഇപ്പോൾ കാട് പോലത്തെ പ്രദേശമായി, അതൊക്കെ കാണിച്ചു. പിന്നെ ഇത് അമ്പലത്തിലെ കുളം കേട്ടോ. ഇതെല്ലാവരും കുളിക്കുന്ന കുളമാണ്. നല്ല വെള്ളമാണ്. നോക്കിയപ്പോൾ നല്ല തെളിനീര് മാതിരത്തെ വെള്ളം. അപ്പോൾ അതൊക്കെ കണ്ടു. ഇനി ഇവിടെ നിന്ന് വേണം ഞങ്ങൾക്ക് ഈ അമ്മയൊക്കെ ചെറുപ്പത്തിൽ പോയിരുന്ന അമ്പലമാണ്. ഇനി ഞങ്ങൾ ധർമ്മദൈവം, അതായത് കുലദൈവങ്ങളുടെ അമ്പലത്തിലേക്ക് പോകണം. ഓരോ തറവാടിനും ഉണ്ടാവില്ല ഓരോ കുലദൈവങ്ങൾ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം മഴ പെയ്ത് കാട് പിടിച്ച് കിടക്കുകയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. വല്ലപ്പോഴൊക്കെ വന്നിങ്ങനെ വിളക്ക് കത്തിച്ച് പോവും. അത് എൻ്റെ സൈഡായിക്കോട്ടെ ഹസ്ബൻഡിൻ്റെ സൈഡായിക്കോട്ടെ ഞങ്ങൾ അങ്ങനെ പോയി വിളക്ക് കത്തിച്ച് പോവാറുണ്ട്. പൊതുവേ സൺഡേസ് ആണ് കേട്ടോ ഈ പരിപാടികൾക്കൊക്കെ യൂസ് ചെയ്യുന്നത്. സൺഡേ മാത്രമാണല്ലോ കുട്ടികൾക്ക് ഹോളിഡേ, ഹസ്ബൻഡ് വർക്കിംഗ് അല്ല. അപ്പോൾ ചില സൺഡേസ് എൻ്റെ ഹസ്ബൻഡ് വർക്കിംഗ് ഒക്കെയാണേ. അപ്പോൾ ഇവിടെ ഇതാണ് കുട്ടി അമ്പലം. അത് എല്ലാ ദിവസവും വിളക്കൊക്കെ കത്തിക്കുക, അത്രേ ഉള്ളൂ. ഇത് തറവാടാണ് കേട്ടോ. ഒരു 200 വർഷമൊക്കെ പഴക്കമുള്ള തറവാടാണ്. ഇപ്പോൾ ഇവിടെ അമ്മയുടെ ചേച്ചിയുടെ മക്കൾ അങ്ങനെയൊക്കെയാണ് താമസിക്കുന്നത്. പഴയ വീട്. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള പഴയ ചെടികളാണ്. ഇതൊക്കെ എൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മൾ അമ്പലത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ചെടികളാണ്. പിന്നെ ഇത് പല പല ചെടികൾ, എൻ്റെ പേരൊന്നും എനിക്ക് ഒന്നിൻ്റെ ശരിക്കും അറിയില്ല. ഇത് ജമന്തി അല്ല, അങ്ങനത്തെ വേറെ എന്തോ. അതിനുശേഷം വീട്ടിലൊക്കെ എത്തി. പിന്നെ ലഞ്ച് പ്രിപ്പറേഷനാണ് കേട്ടോ. ഒരു ചെമ്മീനും പീച്ചിങ്ങ മുരിങ്ങാക്കോലും ഇട്ടില്ല കേട്ടോ. പീച്ചിങ്ങ മാങ്ങയും കൂടി കൂട്ടി വേഗം ഒരു കറി വയ്ക്കുകയാണേ. അത് വേവിക്കാൻ വെച്ചിട്ട് ഇത്തിരി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചെറിയ ഉള്ളിയും തേങ്ങയും കൂടി അരച്ച് ചേർത്ത് കടുക്, ഉലുവ, ചെറിയ ഉള്ളിയും കൂടി വറുത്തിട്ടാൽ കറി റെഡിയായി. ഇതൊരു 15 മിനിറ്റത്തെ കാര്യമുള്ളൂ കേട്ടോ ഈ കറിക്ക്. അപ്പോൾ ഞാൻ വന്നിട്ട് ഒരു 12:30-1 മണിയായപ്പോൾ എത്തിയിട്ടാണ് ഞാൻ ഈ കറി വയ്ക്കുന്നത്. കറിയും വെച്ച് വേഗം ഊണും കഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു. അത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ, സീ യു.